ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന് ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെ ഭാരപ്പെടുന്ന അനേക ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അധികം പ്രാർത്ഥിക്കാതെ വേഗത്തിൽ മറുപടി ലഭിച്ചിട്ടുള്ളവരെയും നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നത്, ഞങ്ങൾ അധികം പ്രാർത്ഥിച്ചില്ല, അധികം കാത്തിരുന്നില്ല, തക്ക സമയത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. പറഞ്ഞത് മൂന്നും ശരിയാണ്. എന്നാൽ ഏറ്റവും ശരിയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മറുപടി എന്നുള്ളത് തക്ക സമയത്താണ്. അത് ആര് പ്രാർത്ഥിച്ചാലും ആര് കാത്തിരുന്നാലും എത്ര നാൾ കാത്തിരുന്നാലും ദൈവം തൻ്റെ മറുപടി തക്ക സമയത്താണ് നൽകുന്നത്. ദൈവം അത്ഭുതം ചെയ്യുന്നത് മിക്കവാറും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നിലകളിലും നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറവുമാണ്. നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ കഴിയാത്ത നിലകളിലായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കട്ടെ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതമാണ് ഈ അധ്യായത്തിൻ്റെ ഈ 11 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. യെരിഹോ മതിൽ തകർന്നതും ചെങ്കടൽ വറ്റിച്ചതും മാറയിലെ വെള്ളം മധുരമാക്കി തീർത്തതുമൊക്കെ പലരുടെയും ജീവിതത്തിൽ ഒരു കഥ പോലെ അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ഇന്നലകളിൽ ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അവരോട് കൂടെ നടക്കാനല്ല കർത്താവ് ആഗ്രഹിച്ചത്. താൻ അവരോടൊപ്പം ആയിരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യ സമയത്ത് ആരും അവരെ സഹായിക്കാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം. കഴിഞ്ഞ നാളുകളിലെ അത്ഭുതങ്ങളും ഇന്നലകളിലെ ദൈവപ്രവൃത്തികളുമൊക്കെ ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതാണെങ്കിലും ഇന്നാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണത്തിന് കർത്താവ് അവിടെ ക്ഷണിതാവായിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു അല്ലെങ്കിൽ വീഞ്ഞ് പോരാതെ വന്നുവെന്ന് വാർത്ത കർത്താവിൻ്റെ കാതുകളിൽ എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു പ്രതികരണത്തിന് മുതിരാതെ, കർത്താവിൻ്റെ പ്രതികരണം കേട്ടാൽ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ആവശ്യക്കാരൻ ഒരു വശത്ത് കർത്താവ് പറയുന്നത് എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന്. എന്നോടും പലരും പറഞ്ഞിട്ടില്ലേ, സമയമായിട്ടില്ല, ആകട്ടെ ശരിയാക്കി തരാം. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക സമയമാകാൻ വേണ്ടി. എന്നാൽ ഓർത്തോണേ, കർത്താവിൻ്റെ സാന്നിധ്യമുള്ളയിടത്ത് സമയമായില്ലെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടാലും നിങ്ങളുടെ ആവശ്യമറിഞ്ഞ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ കർത്താവ് പറഞ്ഞ നിലകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അതേ നിലകളിൽ അന്ന് കാനാവിലുണ്ടായ അതേ നിലകളിലുള്ള അത്ഭുതം സംഭവിക്കുമെന്നത് നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ സാക്ഷ്യമായി മാറും. എനിക്ക് പറഞ്ഞാൽ, വെള്ളം കോരിക്കൊടുക്ക്, അത് വീഞ്ഞായിക്കോളും. ഇതൊന്നും ആർക്കും ഊഹിക്കാൻ പോലും കഴിയത്തില്ല, സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. അതെ, അങ്ങനെയാണ് കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. നിങ്ങൾക്കും ഒരുപക്ഷെ സങ്കല്പിക്കാൻ കഴിയാത്ത, ഊഹിക്കാൻ പോലും കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൈവപ്രവൃത്തികൾ കർത്താവിന് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ കാനാവിലെ ആ ഭവനത്തിൽ സംഭവിച്ചതുപോലെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറയിലും ദൈവത്തിന് വലിയവ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ ദേശത്ത് ചോദ്യചിഹ്നമാകില്ല. നിങ്ങളുടെ തലമുറകൾ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും കരച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഈ വാക്കുകൾ ശ്രവിക്കുന്നെങ്കിൽ അങ്ങയുടെ വചനത്താലുള്ള അത്ഭുതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.